പിന്നെ എങ്ങനെ പോകുന്നു അഭിനയം ജീവിതമൊക്കെ? എടാ, ഞാൻ എൻ്റെ അഭിനയ ജീവിതം സിനിമാ മുഖമൊക്കെ ഉപേക്ഷിച്ചാലോ എന്നുള്ള തീരുമാനത്തിൻ്റെ വക്കില്ല. അതെന്താ ചേട്ടാ? എല്ലാത്തിനും എൻ്റെതായ സമയമുണ്ട്, ചേട്ടൻ വെയിറ്റ് ചെയ്യും. എടാ ഇല്ലടാ, ഞാൻ ഇതെല്ലാം നിർത്താൻ പോവാം. ഇനി ഇതിൻ്റെ പുറകെ നടന്ന് കളയാൻ എനിക്ക് സമയമില്ല. ആക്ടിങ് എൻ്റെ പാഷനായിരുന്നു, പക്ഷേ ഇനി അതില്ല. വിഷമിക്കാതെ. ചേട്ടൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നു സിനിമയെന്ന് അന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ചേട്ടൻ്റെ ഓരോ ഡോക്യുമെൻ്ററീസിനും ഷോർട്ട് ഫിലിംസിനും വേണ്ടി ഞാനും നമ്മുടെ കോളേജ് ഫുള്ളും വെയിറ്റിംഗ് ആയിരുന്നു. അതിന് ചേട്ടനടുത്ത ഓരോ സ്ട്രഗിൾസും ഞങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. എടാ, അന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനുള്ളൊരു വിശ്വാസം എനിക്കില്ല. ആ ലക്ഷ്യം കൈവിടല്ലെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഒരു സമയത്ത് ചേട്ടൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഞങ്ങൾ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോങ് സെലക്ഷനും. യു ആർ സച്ച് എ ബ്രില്യൻറ്റ് ടാലൻറ്റഡ് മാൻ. എടാ, അതിൻ്റെ പ്രൈം ടൈം. നിനക്കൊരു കാര്യം അറിയും, ആമ്പിള്ളേർ ഡിപ്രസ്ഡ് ആവുന്ന പെമ്പിള്ളേർ തേച്ചിട്ട് പോകുമ്പോൾ മാത്രമല്ല, രാവും പകലും കൂടെ കിടക്കുന്നൊരു കൂട്ടുകാരൻ പിന്നീന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയിൽ ഞാൻ ഡിപ്രസ്ഡായി. അയ്യോ ചേട്ടാ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ആരാ കൂട്ടുകാരൻ? ഇനി അതിനുണ്ടോ ഒരു ഫ്ലാഷ് ബാക്ക്? ഹരി.